ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ് കേരള ഹൈക്കോടതി. സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷം ഇതാ ശബരിമല തീർത്ഥാടനം ഈ രീതിയിൽ അലങ്കോലമാക്കിയ വിഷയത്തിലും കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ ഉയരുകയാണ്. ഇനിയും രാജീവ് നമുക്കൊപ്പം ചേരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാജീവ് ബ്രേക്ക് ചെയ്തൊരു വാർത്ത ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്കും എത്തിയിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ട് കേന്ദ്രസേനയെ വിളിക്കുന്നതിൽ ഇത്രത്തോളം കാലതാമസം ഉണ്ടായി എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ്. കാരണം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ രാജീവ് ശബരിമല എന്ന് പറയുന്നത്. നമുക്കറിയാം, ശബരിമല തീർത്ഥാടനം തുടങ്ങുമ്പോൾ തന്നെ അവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ഒക്കെ സാന്നിധ്യം നമ്മൾ മുൻപ് മണ്ഡലകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ തവണ എന്തുകൊണ്ട് അത് പാളിപ്പോയി? വൃശ്ചികം 1-ാം തീയതി എന്തുകൊണ്ട് കേന്ദ്രസേനയുടെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായില്ല രാജീവ്? ഗൗതം, ഈ ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കറിയാം, അതായത് കേന്ദ്രസേനയെ ശബരിമലയിൽ വിന്യസിച്ചത് തൊട്ട് ഇങ്ങോട്ട് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപേ കേന്ദ്രസേന അവിടേക്ക് എത്താറുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ കോയമ്പത്തൂരിൽ 105-ാം ബറ്റാലിയനിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുക. സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെ കേന്ദ്രസേന സുരക്ഷ ഏർപ്പെടുത്താറുണ്ട്. ഈ കേന്ദ്രസേന സുരക്ഷ ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അവർ ദർശനം നടത്തിയെന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ പോലും കേന്ദ്രസേന ഏർപ്പെടുത്താറുണ്ട്. ഇതിന് പോലീസിനെ ഉൾപ്പെടെ സഹായിക്കുന്ന ജോലിയും കേന്ദ്രസേന സ്വയമേവ നിർവഹിക്കാറുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള കേന്ദ്രസേനയാണ് ഇത്തവണ വിളിച്ചു വരുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മണ്ഡലകാലം തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട RAFനെ വിളിച്ചു വരുത്തുന്നതിൽ, കത്തയക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാർ വരുത്തി എന്ന് തെളിയിക്കുന്ന രേഖകളായിരുന്നു കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടത്. 2 ദിവസം മുൻപ് മാത്രമായിരുന്നു കേന്ദ്രസേനയെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. ഇതിനുശേഷമാണ് RAFന് കത്ത് നൽകിയത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് 3 ദിവസത്തിനകം RAF അവിടെ എത്തും. NDRF കഴിഞ്ഞ ദിവസം തന്നെ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടാകാം. ഈ രീതിയിൽ കേന്ദ്രസേനയെ വിളിച്ചു വരുത്തുന്നതിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയത് സംസ്ഥാന സർക്കാരാണ്. ശബരിമലയിൽ കേന്ദ്രസേനയുടെ സുരക്ഷ സ്ഥിരം വേണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നുണ്ട്. നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. കേന്ദ്രസേനയുടെ സാന്നിധ്യം സ്ഥിരം ശബരിമലയിൽ ഉറപ്പാക്കണം. പ്രത്യേകിച്ചും ഈ മണ്ഡലകാലത്ത് മാത്രമല്ല, മാസപൂജകൾക്ക് നട തുറക്കുമ്പോൾ പോലും ശബരിമലയിൽ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി കേന്ദ്രസേനയുടെ സുരക്ഷ സ്ഥിരമായി സന്നിധാനത്തുൾപ്പെടെ വേണമെന്ന ആവശ്യം ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ ഈ സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വെളിയിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ശബരിമലയിൽ കേന്ദ്രസേനയുടെ സുരക്ഷ സ്ഥിരമായി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. പക്ഷേ ഇതിനിടെയാണ് ഏതായാലും സംസ്ഥാന സർക്കാർ കേന്ദ്രസേനയെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. കാരണം വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നു. ഏതായാലും 2 ദിവസം മുൻപ് മാത്രമാണ് കേന്ദ്രസേന ഇവിടേക്ക് വിളിച്ചുകൊണ്ടുള്ള കത്ത് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകണം. കേന്ദ്രസേന ഇവിടേക്ക് എത്തണം. മുൻപുള്ള കാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഏകദേശം മണ്ഡലകാലം തുടങ്ങുന്നതിന് 2-3 മാസം മുൻപ് തന്നെ കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സംസ്ഥാന സർക്കാർ നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. കോയമ്പത്തൂരിലെ 105-ാം ബറ്റാലിയനിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി മണ്ഡലകാലം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു RAFന്റെ വിന്യാസമാണ്. സന്നിധാനത്തായാലും പമ്പയിലായാലും RAF ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും. ഭക്തരെ സഹായിക്കാൻ അവിടെ ഉണ്ടാകുമെന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിരിക്കുകയാണ്. ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങി 3 രാജീവ്, അത് തന്നെയാണ്. അതായത് ഇത് ഏതൊരു ഭക്തൻ അല്ലെങ്കിൽ നമുക്കുൾപ്പെടെ മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും കേരളത്തിലെ സാധാരണക്കാർക്കാണെങ്കിലും ഉണ്ടാകുന്നൊരു സംശയം അത് തന്നെയാണ്. എന്തുകൊണ്ട് അത്തരമൊരു പാളിച്ച ഉണ്ടാകുന്നു? കാരണം ഇത് മുൻപും ഇതേ സർക്കാരും അതോടൊപ്പം തന്നെ ഇതേ സ്വഭാവമുള്ള ദേവസ്വം ബോർഡുകളുമാണ് ഇരുന്നിട്ടുള്ളത്. അവർ ഭക്തർക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, അവിടെ ആചാരലംഘനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ രാജീവ് തന്നെ സൂചിപ്പിച്ചല്ലോ, മുൻ വർഷം വരെ, അതായത് കഴിഞ്ഞ വർഷം 2024 വരെയുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് വൃശ്ചിക മാസം 1-ാം തീയതി തന്നെ കേന്ദ്രസേന അവിടെ ഉണ്ടാകാറുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ പ്രത്യേക ബറ്റാലിയൻ അവിടെ എത്താറുണ്ട്. പക്ഷേ ഈ തവണ എന്തുകൊണ്ട് ഈ കാലതാമസം ഉണ്ടായി? അതായത് ഈ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോകുന്ന വഴിക്ക് ഒരു പണി അങ്ങിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇനി പുതിയ പ്രസിഡന്റ് വരുമ്പോൾ അനുഭവിച്ചോട്ടെ എന്ന് വെച്ച് പോയതാണോ? അതായത് ഒരു പണി കൊടുത്തിട്ട് പോയി എന്നുള്ള രീതിയിൽ വേണോ ഇതിനെ നോക്കിക്കാണാൻ?
ഗൗതം, ഈ പമ്പ മണപ്പുറത്ത് അയ്യപ്പ സംഗമമൊക്കെ നടത്തിയെന്നതിനപ്പുറത്തേക്ക് സന്നിധാനത്തോ അല്ലെങ്കിൽ പമ്പയിലോ നിലയ്ക്കലോ ഒന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ ഒരുക്കിയിട്ടില്ല എന്ന വസ്തുത കൂടി ഒരിക്കൽ തെളിയുകയാണ്. ഈ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പരാജയമായ സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രസേനയുടെ ആവശ്യം പോലും ഇല്ല എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രസേനയെ ക്ഷണിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതായത് ഒരു വശത്ത് കേന്ദ്രസേനയെ വിളിച്ചില്ല എന്നതിനും അപ്പുറത്തേക്ക് ഈ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല എന്ന വസ്തുത കൂടി അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അതായത് ശബരിമലയെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ്. അതായത് അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം ഇങ്ങോട്ട് ശബരിമലയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, മതിയായ രീതിയിൽ ഒരു അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ്. കാരണം അവലോകന യോഗം ചേരുകയാണെങ്കിൽ പല കാര്യങ്ങളും തുറന്നു പറയേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തും. നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം നീണ്ട ലൈവത്തോൺ നടത്തിയപ്പോൾ അതിലുയർന്ന പൊതുവികാരം, അതിൽ ഭക്തർ പങ്കുവെച്ച ആശങ്ക, മാത്രമല്ല ഹൈന്ദവ സംഘടനകൾ പങ്കുവെച്ച ആശങ്ക, മാത്രമല്ല നമ്മുടെ ഓരോ പ്രതിനിധികളും ഈ പമ്പ മുതൽ ഇങ്ങോട്ട് നേരിട്ട് കണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചർച്ചയാക്കിയതാണ്, അത് തുറന്നു പറഞ്ഞതാണ്. മാത്രമല്ല ഈ തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്നതിന് മുൻപ് നമ്മൾ സന്നിധാനത്തും അതുപോലെ തന്നെ സന്നിധാനത്തിന് സമീപം പമ്പയിലുമൊക്കെ എത്തിയതാണ്. അന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഇല്ല. മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ് പമ്പ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തുറന്നു പറഞ്ഞതാണ്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ആ സമയത്ത് നിലയ്ക്കലോ പമ്പയിലോ ഒന്നും ഒരുക്കാൻ ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാരോ തയ്യാറായിരുന്നില്ല. അതായത് ശബരിമലയെ കഴിഞ്ഞ 3-4 മാസമായി തുടർച്ചയായി അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനിടയിലാണ് കേന്ദ്രസേന വേണോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാനാകാതെ ആഭ്യന്തര വകുപ്പ് കുഴങ്ങിയത്. ആഭ്യന്തര വകുപ്പ് അത്തരമൊരു നീക്കം പോലും നടത്തിയില്ല എന്ന വസ്തുതയാണ് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ തുറന്നു പറയുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇതിനെക്കുറിച്ച് മറന്നുപോയ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്രസേന വേണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പോലും എടുക്കാനാകാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. പക്ഷേ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ആ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഭക്തർ ഇത്ര വലിയ ഒരു അവഗണന അല്ലെങ്കിൽ ഇത്ര വലിയൊരു ക്ലേശം അനുഭവിക്കേണ്ടി വന്നത് എന്നത് വലിയ വസ്തുതയാണ്. ഏതായാലും കേന്ദ്രസേനയുടെ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ഇനി ഭക്തർക്കുള്ള ഏക പ്രതീക്ഷയും. ഗൗതം.